ഓസ്കാർ ഷൂട്ടിംഗ് ഉപേക്ഷിച്ച് വന്നതുകൊണ്ട് യൂൻസിയോളും മാനേജറും ഒക്കെ തിരികെ സിയോളിലേക്ക് എത്തുന്നുണ്ട്. ഷൂട്ടിംഗ് ക്യാൻസൽ ആയത് എന്താണ് എന്നറിയാൻ രണ്ടുപേർക്കും കണ്ടിന്യൂസ് ആയി കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. യൂൻസിയോൾ ക്ഷമ നശിച്ച് മാനേജറുടെ അടുത്തേക്ക് എന്നിട്ട് എത്രയും പെട്ടെന്ന് ഓസ്കാർ ഷൂട്ടിംഗ് കണ്ടിന്യൂ ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ജൂവന്റെ ഭാര്യയായി എന്നെ കാണേണ്ടി വരുമെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. മാനേജർ നേരെ ഓസ്കയുടെ അടുത്തേക്കാണ് അവിടെ നിന്ന് പോയത്. ചെന്ന ഉടൻ തന്നെ വീട് മുഴുവൻ അരിച്ചു പെറുക്കി അവൻ്റെ പാസ്പോർട്ടും വണ്ടിയുടെ താക്കോലുമെല്ലാം അദ്ദേഹം സീസ് ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോൾ ഓസ്കെ എങ്ങോട്ടും ഒളിച്ചോടില്ലല്ലോ. നാളെ തന്നെ ഷൂട്ടിംഗ് തുടരാൻ അവൻ തയ്യാറായില്ലെങ്കിൽ ഈ ജോലി റിസൈൻ ചെയ്യുമെന്നും അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ജൂവണ്ണും റായിമും കൂടി ഈ സമയം റായിമിന്റെ താമസ സ്ഥലത്തിനടുത്ത് എത്തിയിരുന്നു. അവിടെ താമസിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അവൾക്ക് വീട് മാറാൻ വല്ല ഉദ്ദേശവും ഉണ്ടോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ തൽക്കാലം അങ്ങനെയുള്ള ഒരു പ്ലാനും ഇല്ല എന്ന് റായിം പറയുന്നു. അയോങ്ങിനോട് മര്യാദകേടൊന്നും കാണിക്കരുത് എന്നൊരു വാണിംഗും നൽകുന്നുണ്ട്. നീ ഓസ്കയ്ക്കൊപ്പം കൊഞ്ചി കുഴയരുത് എന്ന് അവനും അവൾക്ക് വാണിംഗ് കൊടുക്കുന്നു. കാറിന്റെ കീ അവൾക്ക് നൽകിയപ്പോൾ ഇത് എൻ്റെ ഫേവറേറ്റ് കാറാണ്, എത്രത്തോളം വിലയുണ്ടെന്ന് മറക്കരുത്, സൂക്ഷിച്ചുപയോഗിക്കണം എന്നൊക്കെ അവൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി നന്നായി റേസ് ചെയ്ത് അവനെ ഇറിറ്റേറ്റ് ചെയ്താണ് അവൾ അവിടെ നിന്ന് ഓടിച്ചു പോയത്. അങ്ങനെ ജൂവൻ റായിമായി അവളുടെ റൂമിലേക്ക് ചെല്ലുന്നു. അമ്മ വലിച്ചെറിഞ്ഞ ഡ്രസ്സൊക്കെ അവന്റെ കയ്യിലുണ്ട്. റായിമിന്റെ അടുക്കും ചിട്ടയുമില്ലാത്ത മുറി കണ്ടപ്പോൾ തന്നെ അവന് മതിയാകുന്നു. ബാത്റൂമിലായിരുന്ന അയോങ് അപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവനെ കണ്ടപ്പോൾ നിന്നെ ഞാൻ വല്ലാതെ മിസ് ചെയ്തു എന്ന് പറഞ്ഞ് ഓടിച്ചെന്നവൾ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ജൂവൻ അങ്ങനെ ഒരു അറ്റാക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല. പിടിവിട്ട ശേഷമാണ് അവൻ കൊണ്ടുവന്നിരിക്കുന്ന ഡ്രസ്സൊക്കെ അയോങ് കണ്ടത്. ഞങ്ങളുടെ മാളിൽ മാത്രം കിട്ടുന്ന വില കൂടിയ ബ്രാൻഡുകളാണല്ലോ ഇതെല്ലാം. പ്രസിഡന്റ് നിനക്ക് തന്നതാണോ? കഴിഞ്ഞ ദിവസം ഇതിന്റെ പേരിൽ അവിടെ ഒരു സീൻ ഉണ്ടായതൊക്കെ ഞാൻ കേട്ടിരുന്നു. എന്തായാലും അവസാനം ഇത് ഇവിടേക്ക് തന്നെയാണല്ലോ വന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയോങ് അവൾ ഇട്ടിരുന്ന സ്കേർട്ടിന്റെ സിബ് ഊരുന്നു. അവൾ അവിടെ നിന്ന് ഡ്രസ്സ് ഊരാൻ തുടങ്ങുകയാണോ എന്ന് ജൂവൻ വെപ്രാളത്തോടെ ചോദിക്കുന്നുണ്ട്. ഞാൻ കുളിക്കാൻ പോവുകയാണ്, നീ ഇപ്പൊ കുളിക്കുന്നോ? കുളിക്കുന്നെങ്കിൽ എൻ്റെ പുറം ഒന്ന് തേച്ചു തരുമോ എന്നൊക്കെ അയോങ് ചോദിക്കുന്നു. നിനക്ക് നിർബന്ധമാണെങ്കിൽ ചെയ്യാമെന്ന് അവൻ പറയുന്നുണ്ട്. ചുളിവിൽ ഒരു കുളിസീൻ കാണാം എന്ന് അവൻ വിചാരിച്ചതാണ്. പക്ഷെ അപ്പോഴേക്കും ആരോ വാതിലിൽ മുട്ടുന്നതിനാൽ അവൾ സ്കേർട്ടൊക്കെ നേരെ ഇട്ടിട്ട് വാതിൽ തുറക്കാനായി പോകുന്നു. റായും അവിടെ നിന്ന് പോയെങ്കിലും അയോങ്ങിനെ കുറിച്ച് ചിന്തിച്ച് സമാധാനമില്ലാത്തതിനാൽ വണ്ടി തിരികെ വിടുന്നുണ്ട്. അവരുടെ വീട്ടിലേക്ക് വന്നത് സെക്രട്ടറി കിം ആയിരുന്നു. അവിടെ നിൽക്കുന്നത് ബോസ് ആണ് എന്നറിയാതെ അവൻ അയോങ്ങിനോട് കൊഞ്ചി കുഴയാൻ തുടങ്ങുന്നുണ്ട്. ജൂവണ്ണന് അതൊന്നും കണ്ടിട്ടത്ര പിടിക്കുന്നില്ല. അതുകൊണ്ട് ഉടനെ തന്നെ അവന്റെ ഫോണിലേക്ക് നീ അയോങ്ങിന്റെ അടുത്താണല്ലേ എന്ന് ചോദിച്ച് ഒരു മെസ്സേജ് അയക്കുന്നു. ബോസ് ഇതെങ്ങനെ കൃത്യമായി അറിഞ്ഞുവെന്ന് ചിന്തിച്ച് കിം ആകെ ടെൻഷനാവുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ കൂടെ ജോലി ചെയ്യുന്നവരൊന്നും വീട്ടിലേക്ക് പോവാറില്ല എന്നാണ് അവൻ റിപ്ലൈ നൽകിയത്. അത് കേട്ടപ്പോൾ ജൂവണ്ണന് പരിഹാസത്തോടെയുള്ള ചിരി അടക്കാൻ കഴിയുന്നില്ല. അവളിങ്ങനെ എന്തിനാണ് ചിരിക്കുന്നത് എന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല. പ്രസിഡന്റ് എന്താണ് മെസ്സേജ് അയച്ചത് എന്ന് അയോങ് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഞാനില്ലാതെ ഒരു കാര്യങ്ങളും നടക്കില്ല, അടുത്ത വർഷത്തേക്കുള്ള പ്രമോഷന്റെയും മറ്റു കാര്യങ്ങൾ എന്നോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മെസ്സേജ് അയച്ചത് എന്ന് അവൻ ഗമയിൽ തട്ടിവിടുന്നു. അതും കൂടി കേട്ടപ്പോഴേക്കും ജൂവന്റെ കൺട്രോൾ പോകുന്നു. അവൻ അറിയാതെ ഉറക്കെ ചിരിച്ചു പോകുന്നുണ്ട്. അവളിങ്ങനെ ഒരു കാരണവുമില്ലാതെ ഉറക്കെ ചിരിക്കുന്നത് കണ്ട് അവർ രണ്ടുപേരും അന്തം വിട്ട് നോക്കി നിൽക്കുമ്പോഴാണ് പുറത്ത് വാതിലിൽ വീണ്ടും ആരോ മുട്ടിയത്. ആരെങ്കിലും പോയി വാതിൽ തുറക്കുന്നതിന് മുമ്പ് തന്നെ റായും വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്നു. അവനെ കണ്ടപ്പോൾ പ്രസിഡന്റ് ആണ് എന്നാണ് കിം വിചാരിച്ചത്. അവനാകെ ഷോക്കായി പോകുന്നു. താൻ അങ്ങോട്ടേക്ക് വന്നതറിഞ്ഞ് തന്നെ ഫോളോ ചെയ്ത് വന്നതാണ് എന്നാണ് അവൻ കരുതിയത്. കുറച്ചു മുമ്പാണ് അവിടെയൊന്നും അല്ല എന്ന് കള്ളം പറഞ്ഞത്. അതെല്ലാം കൈയോടെ പിടിച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അവൻ വേഗം തന്നെ അവിടെ ഇരുന്ന് ക്ഷമ പറയാൻ തുടങ്ങുന്നു. പക്ഷെ റായിമിന് അതൊന്നും ഒരു വിഷയമായിരുന്നില്ല. ഞാനിപ്പോൾ അയോങ്ങിനോട് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്, എൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വരുമോ എന്ന് അവൾ അയോങ്ങിനോട് ചോദിക്കുന്നു. പ്രസിഡന്റിന് എന്താണ് തന്നോട് സംസാരിക്കാനുള്ളത് എന്ന് ചിന്തിച്ച് അയോങ് ആകെ എക്സൈറ്റഡ് ആവുന്നുണ്ട്. എന്തായാലും അവൾ പുറത്തേക്ക് ചെല്ലുന്നു. റായിമിന് ആകെയുള്ള ഒരു ഫ്രണ്ട് ആണല്ലോ അവൾ. അതുകൊണ്ട് അവളെ അടുത്ത് കണ്ടപ്പോൾ എനിക്ക് നിന്നെ വല്ലാതെ മിസ് ചെയ്തു എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. പക്ഷെ അയോങ് വിചാരിക്കുന്നത് മുന്നിലിരിക്കുന്നത് ജൂവൺ ആണെന്നാണല്ലോ. അതുകൊണ്ട് അവൾ ആകെ തെറ്റിദ്ധരിക്കുന്നു. റായിം പിന്നീട് പറഞ്ഞത് കേട്ടപ്പോൾ ആ തെറ്റിദ്ധാരണ ഒന്നുകൂടി കൂടുന്നുണ്ട്. കുറച്ച് നാളത്തേക്ക് റായിമിൻ്റെ സ്വഭാവം വല്ലാത്ത രീതിയിലായിരിക്കും. അതുകൊണ്ട് അവളുടെ അടുത്തേക്ക് അധികം പോവരുത്, അവളെ കെട്ടിപ്പിടിക്കരുത്, അവളുടെ കൂടെ കിടക്കരുത്, മുറിയിൽ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യരുത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ റായിം അവളോട് പറയുന്നുണ്ട്. പെട്ടെന്നൊരു ദിവസം കമ്പനിയുടെ പ്രസിഡന്റ് ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത് കേട്ട് അയോങ് ആകെ അന്തം വിട്ടിരിക്കുകയാണ്. ഇത്രയും നാൾ അവൻ റായിമിനോട് അടുക്കാൻ ശ്രമിച്ചതൊക്കെ തന്നെ വളയ്ക്കാൻ വേണ്ടി ആയിരുന്നുവെന്ന് അയോങ് തെറ്റിദ്ധരിക്കുന്നു. കിമ്മി സമയം ഒരു സമാധാനവുമില്ലാതെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. താൻ കള്ളം പറഞ്ഞതുകൊണ്ട് തന്നെ ശിക്ഷിക്കുന്നതിന് പകരമായിരിക്കണം പ്രസിഡന്റ് അയോങ്ങിനെ വിളിച്ചുകൊണ്ട് പോയതെന്നാണ് അവന്റെ ചിന്ത. അപ്പോഴാണ് ആകെ കൺഫ്യൂഷൻ ആയതുപോലെ അയോങ് അവിടേക്ക് കയറി വന്നത്. പ്രസിഡന്റ് എന്താണ് നിന്നോട് പറഞ്ഞത്? അദ്ദേഹം തിരികെ പോയോ എന്നൊക്കെ കിം ആകാംക്ഷയോടെ ചോദിക്കുന്നു. അയോങ്ങിനും കേട്ടതൊന്നും ഇതുവരെ ക്ലിയർ ആയിരുന്നില്ല. പ്രസിഡന്റ് എന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. റായിമിന്റെ കൂടെ കിടക്കരുത്, റായിമിനോട് അധികം അടുപ്പം കാണിക്കരുത് എന്നൊക്കെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ഇത് എന്താണ് പറ്റിയത്? ജെജു ഐലൻഡിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ അവൾ ജൂവണ്ണോടായി ചോദിക്കുന്നു. നീ എന്നെ തട്ടിയെടുത്താലോ എന്ന് പേടിച്ചായിരിക്കണം അവൻ അങ്ങനെ പറഞ്ഞിട്ട് പോയത് എന്ന് പറഞ്ഞ് റായിം പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. രാത്രിയാവുന്നിടം വരെ അവൻ പുറത്തൊരിടത്ത് തനിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ്
വീടിൻ്റെ സെക്യൂരിറ്റി കോഡ് എത്രയാണ് എന്ന് ചോദിച്ചുകൊണ്ട് റായും അവൻ്റെ ഫോണിലേക്ക് വിളിച്ചത്. അവൾക്ക് ചെറിയൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ റേഞ്ച് ഇല്ല എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയും ചെയ്യുന്നുണ്ട്. റായും കുറേ നമ്പറുകളൊക്കെ പരീക്ഷിച്ച് നോക്കുന്നുണ്ടെങ്കിലും ലോക്ക് ഓപ്പൺ ആവുന്നില്ല. അങ്ങനെ അവൾ ആകെ പെട്ടു നിൽക്കുന്ന സമയത്ത് അവിടുത്തെ 2 ജോലിക്കാർ അങ്ങോട്ടേക്ക് വരുന്നു. അവൻ അകത്തേക്ക് കയറാതെ വാതുക്ക നിന്ന് ഇങ്ങനെ പരുങ്ങുന്നത് കണ്ടുകൊണ്ടാണ് അവർ വന്നത്. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴേക്കും ഇതങ്ങ് അടഞ്ഞുപോയി, പിന്നെ അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് അവൻ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഓസ്കയുടെ റൂമിലേക്ക് പോകുന്നത് എങ്ങനെയാണ് എന്നും അവൻ അവരോട് ചോദിക്കുന്നു. അവന് എന്താണ് പറ്റിയത് എന്നറിയാതെ അവരും ആകെ അമ്പരക്കുന്നു. എന്തായാലും അവരോട് ചോദിച്ചറിഞ്ഞ് അവൾ ഓസ്കയുടെ മുറിയിലേക്ക് എത്തുന്നു. അവൾ ചെല്ലുമ്പോൾ അവനൊരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. റായും അവൻ്റെ വലിയ ഫാനാണല്ലോ, അതുകൊണ്ട് അടുത്ത് ചെന്ന് ശരിക്കും അത് ആസ്വദിക്കുന്നു. അവൻ പാടിക്കഴിഞ്ഞപ്പോൾ പാടിയത് ഏത് പാട്ടാണെന്നും അത് വളരെ ഇഷ്ടമാണെന്നും ഒക്കെ റായും പറയുന്നുണ്ട്. ജുവന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് ഓസ്ക ഒന്ന് അമ്പരക്കുന്നു. നിനക്ക് ഓട്ടോഗ്രാഫ് വേണോ എന്ന് തമാശയായി ചോദിക്കുന്നുമുണ്ട്. കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, തരാൻ പറ്റുമോ എന്നൊക്കെ റായും ചോദിക്കുന്നത് കേട്ടപ്പോൾ ഓസ്ക ശരിക്കും വണ്ടറടിക്കുന്നു. അബദ്ധം മനസ്സിലായപ്പോൾ വിഷയം മാറ്റാൻ വേണ്ടി നമുക്ക് ഭക്ഷണം കഴിച്ചാലോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഓസ്ക അവളെ അകത്തെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ആ മുറിയുടെ സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ റായും അറിയാതെ ചുറ്റും നോക്കി നിന്ന് പോകുന്നുണ്ട്. അവൻ്റെ ആ നിൽപ്പും ഓസ്ക ശ്രദ്ധിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരിയോട് 2 പേർക്കും ഭക്ഷണം ഉണ്ടാക്കാൻ ഓസ്ക പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാമെന്ന് പറഞ്ഞ് ജുവൻ അടുക്കളയിലേക്ക് കയറിയപ്പോഴാണ് ഓസ്ക ശരിക്കും അമ്പരുന്നത്. ആ അമ്പരപ്പ് ഒന്നുകൂടി കൂട്ടിക്കൊണ്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവൾ കുറേ ഡിഷസൊക്കെ റെഡിയാക്കി വെക്കുന്നു. ഓസ്കയ്ക്ക് പക്ഷെ വിശ്വസിച്ച് അത് കഴിക്കാനിരിക്കാൻ തോന്നുന്നില്ല. നീ ഇതിൽ വിഷമൊന്നും ചേർത്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഓസ്ക അവിടേക്ക് ഇരുന്നത്. നിന്റെ കമ്പനിയുടെ ഈവൻ്റ് നാശമായതിൽ എനിക്കും വിഷമമുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷന് എനിക്കൊപ്പം ഉണ്ടായിരുന്നത് റായും ആയതുകൊണ്ട് ഞാനും അത് ഇഷ്ടപ്പെട്ടിരുന്നതാണ് എന്ന് അവൻ പറയുന്നു. അത് കേട്ടപ്പോൾ അവൾ ശരിക്കും ത്രില്ലടിക്കുന്നുണ്ട്. അവൻ പറഞ്ഞത് സത്യം തന്നെയാണോ എന്ന് വീണ്ടും ചോദിക്കുന്നു. റായിമിന് എന്താണ് കുഴപ്പം? അവളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല സ്വഭാവമാണ്, ആർക്കായാലും അവളെ ഇഷ്ടപ്പെടും. നമ്മൾ തമ്മിലുള്ള ബെറ്റിൻ്റെ കാര്യവും മറക്കണ്ട. ബെറ്റിൽ ജയിച്ചത് ഞാനായതുകൊണ്ട് ഇനി ഞങ്ങളുടെ ഇടയ്ക്കൊരു ശല്യമായി നീ വരരുത് എന്നൊക്കെ അവൻ പറയുന്നു. അവൻ ഏത് ബെറ്റിൻ്റെ കാര്യമാണ് പറയുന്നത് എന്ന് അവൾ ചോദിച്ചപ്പോൾ വെറുതെ എന്നെ പൊട്ടനാക്കാൻ നോക്കണ്ട, വേഗം ഈ ഫുഡ് കഴിക്കുക, നീ കഴിച്ചാൽ മാത്രമേ എനിക്ക് വിശ്വാസം വരൂ എന്ന് പറഞ്ഞ് ഓസ്ക അവൻ്റെ മുന്നിൽ നിന്ന് ഫുഡ് അവളുടെ മുന്നിലേക്ക് എടുത്തു വെക്കുന്നു. അവളത് കഴിച്ചതിന് ശേഷമാണ് അവൻ കഴിക്കാൻ തുടങ്ങിയത് തന്നെ. ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ഓസ്ക അവളെ ഒരു പാട്ട് കേൾപ്പിക്കുന്നുണ്ട്. അവൾ ആസ്വദിച്ച് അത് കേൾക്കുന്നു. കേട്ട് കഴിഞ്ഞപ്പോഴാണ് അവൻ പുതിയതായി ഇറക്കാനിരിക്കുന്ന ആൽബത്തിൻ്റെ ടൈറ്റിൽ സോങ്ങിനോട് ഇതിന് നല്ല സാമ്യമുണ്ട്, ഇത് 3 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു പാട്ടാണ് എന്ന് ഓസ്ക പറഞ്ഞത്. ഈ ഒരു പ്രശ്നം കാരണം അവനാകെ തലവേദന എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലം അവനോട് പോയി കിടന്നുറങ്ങാൻ ഓസ്ക പറയുന്നുണ്ട്. മുറിയിലേക്ക് കയറാൻ പറ്റാത്തത് കൊണ്ട് അവിടെ കിടന്നുറങ്ങാമെന്ന് കരുതിയായിരുന്നു അവൾ അങ്ങോട്ടേക്ക് വന്നത്. ഇപ്പോൾ ഓസ്ക ഇങ്ങനെ പറഞ്ഞത് കാരണം അവൾക്ക് അവിടെ നിന്ന് പോവേണ്ടി വരുന്നു. അവൾ പോയ ശേഷവും ഓസ്ക ആ പാട്ടിനെ പറ്റി തന്നെയായിരുന്നു ആലോചിച്ചുകൊണ്ടിരുന്നത്. അവൻ ജെജു ഐലൻഡിൽ നിന്ന് തിരികെ വരുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ച് സോൺ അവനെ ചെന്ന് കണ്ടിരുന്നു. മുമ്പ് ഹോട്ടലിൽ നിന്ന് അവൻ്റെ ഒരു പെൻ ഡ്രൈവ് സോണിന് താഴെ വീണ് കിട്ടിയിരുന്നു. അതിലുണ്ടായിരുന്ന പാട്ടുകളൊക്കെ അവൻ കേൾക്കുകയും ചെയ്തിരുന്നു. അവൻ്റെ ആൽബത്തിൻ്റെ ടൈറ്റിൽ സോങ്ങിനോട് സാമ്യമുള്ള മറ്റൊരു പാട്ട് കൂടി താൻ അതിൽ കയറ്റിയിട്ടുണ്ട് എന്ന് സോൺ അവനെ അറിയിക്കുന്നു. അങ്ങനെയാണ് ഓസ്ക ആ പാട്ടിനെ പറ്റി അറിയുന്നത്. കേട്ടു നോക്കിയപ്പോൾ സോൺ പറഞ്ഞതുപോലെ തന്നെ ടൈറ്റിൽ സോങ്ങിനോട് നല്ല സാമ്യമുള്ള പാട്ടാണത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ടൈറ്റിൽ സോങ് അവന് റിലീസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവൻ ആകെ വിഷമത്തിലായിരിക്കുന്നത്. ഇപ്പോൾ റായിമിനോട് പറഞ്ഞതല്ലാതെ അവൻ മറ്റാരോടും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല. ഓസ്ക അതിനെക്കുറിച്ച് ചിന്തിച്ച് ആകെ തലവേദന എടുത്തിരിക്കുന്ന സമയത്താണ് അടുത്ത ദിവസം രാവിലെ 10 മണിയാകുമ്പോൾ യൂൻസിയോൾ അങ്ങോട്ടേക്ക് വരും. അവളെ മീറ്റ് ചെയ്യാൻ റെഡിയായിരിക്കണം എന്ന് പറഞ്ഞ് മാനേജർ അവന് മെസ്സേജ് അയച്ചത്. അവൻ അപ്പോൾ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് പെട്ടി പാക്ക് ചെയ്തുകൊണ്ട് എവിടെ പോവാൻ റെഡിയാവുന്നു. റായും ഇപ്പോഴും ലോക്ക് തുറക്കാൻ കഴിയാതെ തണുത്ത് വിറച്ച് പുറത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഓസ്ക അകത്ത് നിന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത്. അവനെങ്ങനെ അതുവഴി വന്നു എന്നറിയാതെ അവൾ ആകെ അത്ഭുതപ്പെടുന്നു. അവരുടെ 2 പേരുടെയും വീടിനകത്തുകൂടി വഴിയുള്ള കാര്യം അവൾക്ക് അറിയില്ലായിരുന്നല്ലോ. അവൾ ഇങ്ങനെ സെക്യൂരിറ്റി കോഡ് അറിയാതെ പുറത്ത് നിൽക്കുകയാണെന്ന് അറിയാത്ത ഓസ്ക വാതിൽ അടയ്ക്കുകയും ചെയ്യുന്നു. റായും ഓടി വരുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും വാതിൽ അടഞ്ഞു കഴിഞ്ഞിരുന്നു. എന്തു പറ്റിയെന്ന് ഓസ്ക അന്വേഷിച്ചപ്പോഴാണ് എന്താണെന്ന് അറിയില്ല, അടുത്തിടെയായി സ്ട്രെസ് കൂടുതലായതുകൊണ്ടായിരിക്കണം, ഞാൻ ഇതിൻ്റെ കോഡ് മറന്നുപോയി എന്ന് അവൾ പറയുന്നു. ഇതെന്നു മുതലാണ് ഇങ്ങനെ ഒരു ലക്ഷണം തുടങ്ങിയത്? കൂടെ ഇങ്ങനെ സംഭവിക്കാറുണ്ടോ? നീ ഡോക്ടറോട് ഇക്കാര്യം പറഞ്ഞിരുന്നോ? ഇതേപോലെ വേറെ എന്തെങ്കിലും നിനക്ക് ഓർക്കാൻ പറ്റാതുണ്ടോ എന്നൊക്കെ ഓസ്ക തുരുതുരെ അവനോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. വേറെ ഒന്നും മറന്നിട്ടില്ല എന്ന് റായും പറയുന്നുണ്ടെങ്കിലും എന്തായാലും നാളെ തന്നെ ഡോക്ടറെ വിളിക്കണമെന്ന് ഓസ്ക പറയുന്നു. സെക്യൂരിറ്റി കോഡ് പറഞ്ഞു കൊടുക്കുന്നതിന് പകരമായി വണ്ടി നൽകണമെന്ന് കൂടി അവൻ ആവശ്യപ്പെടുന്നുണ്ട്. റായും താക്കോൽ കൊടുക്കാൻ മടിച്ചു നിന്നപ്പോൾ അവളുടെ പോക്കറ്റിൽ നിന്ന് അവൻ തന്നെയാണ് താക്കോൽ തപ്പിയെടുത്തത്. അതിനുശേഷം കോഡ് പറഞ്ഞു കൊടുത്തിട്ട് വണ്ടിയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ജുവന്റെ ഡ്രീം ഗേളിന്റെ മെഷർമെന്റ് ആയിരുന്നു അതിന്റെ കോഡായി അവൻ സെറ്റ് ചെയ്തിരുന്നത്. എന്തായാലും അങ്ങനെ ഓസ്ക ദൈവദൂതനെ പോലെ വന്നതുകൊണ്ട് റായിമിന് തണുപ്പത്ത് കിടന്നുറങ്ങേണ്ടി വന്നില്ല. മുറിക്കുള്ളിൽ കയറാൻ സാധിക്കുന്നു.
അകത്തെ സൗകര്യങ്ങളൊക്കെ കണ്ട് ശരിക്കും അവളുടെ കണ്ണ് തെള്ളുന്നുണ്ട്. അവൾ ഓടി നടന്ന് ഓരോന്നും കാണുന്നു. അതിനൊക്കെ എന്തും വേണ്ടി ചിലവ് വന്നിട്ടുണ്ടാകും എന്നൊക്കെ കൂട്ടത്തിൽ അവൾ ചിന്തിക്കുന്നുണ്ട്. അവൻ്റെ ഡ്രസ്സുകളും മറ്റും സൂക്ഷിക്കാനായ ഒരു പ്രത്യേക മുറി തന്നെ ഉണ്ടായിരുന്നു. അതിനുള്ളിലേക്ക് കയറിയപ്പോഴാണ് ശരിക്കും അവൾ അമ്പരന്ന് പോയത്. ഒരു ഷോറൂമിലുള്ളതുപോലെ ഒരുപാട് ഡ്രസ്സുകൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നു. അതേപോലെ തന്നെ വാച്ച്, ചെരുപ്പ്, ബെൽറ്റ്, ടൈ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ പല ഷെൽഫുകളിലാക്കി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാം വളരെ വില കൂടിയ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസും. ഇതെല്ലാം കൂടി വിറ്റിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്നൊക്കെ അവൾ തമാശയായി ചിന്തിക്കുന്നുണ്ട്. ജൂവൻ്റെ ഒരു റേഞ്ച് അവൾക്ക് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലായി വരുന്നത്. അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ട് അവൾ കുറച്ച് സമയം പുറത്തിറങ്ങിയിരിക്കുന്നു. ജൂവൻ ഈ സമയം അവളുടെ മുറിയിൽ കിടന്ന് വല്ലാതെ ബുദ്ധിമുട്ടുകയായിരുന്നു. അത്രയും സൗകര്യങ്ങളിൽ കഴിഞ്ഞിരുന്ന അവൻ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഒരു ചുറ്റുപാടിലേക്ക് മാറിയപ്പോൾ അവൻ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ മുറി നന്നായി ഹീറ്റ് ചെയ്യാനുള്ള സംവിധാനമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവന് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല ഷീറ്റും തലയണ കവറും ഒക്കെ വല്ലാത്ത സ്മെല്ല് അനുഭവപ്പെടുന്നത് പോലെ അവന് തോന്നുന്നു. അതിൻ്റെ കൂട്ടത്തിലാണ് അടുത്ത് കിടപ്പുണ്ടായിരുന്ന അയോ കാലെടുത്ത് അവൻ്റെ മുകളിലേക്ക് വെക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തത്. അവൻ അവളെ തട്ടി മാറ്റി കിടത്തുന്നുണ്ടെങ്കിലും അവൾ പിന്നെയും അവൻ്റെ അടുത്തേക്ക് വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഒരു പെണ്ണ് ഇങ്ങനെ വന്ന് കിടക്കുമ്പോൾ ആരുടെ ആയാലും കൺട്രോൾ പോകുമല്ലോ. അങ്ങനെ കൺട്രോൾ നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ കട്ടി പദ്യമൊക്കെ ചൊല്ലിക്കൊണ്ട് കിടക്കുന്നു. റായും ഈ സമയം ഉറങ്ങാനായി പോയി കിടന്നെങ്കിലും അവൾക്ക് ഉറക്കം വരാതെ എഴുന്നേറ്റിരുന്ന് അവനെ വിളിക്കാമെന്ന് കരുതി ഫോൺ എടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടെന്ന് വെച്ച് തിരികെ വെക്കാൻ തുടങ്ങുമ്പോഴാണ് അവിടെ ഒരു പാത്രത്തിൽ വെച്ചിരുന്ന കുറേ നോട്ടുകൾ കണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ അവളുടെ വണ്ടിയുടെ താക്കോലുമുണ്ട്. അന്ന് വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞ താക്കോൽ അവൻ മുങ്ങി തപ്പിയെടുത്തോ എന്നറിഞ്ഞപ്പോൾ അവൾക്ക് അവനോട് കുറച്ച് സ്നേഹമൊക്കെ തോന്നുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് വീടിന്റെ സെക്യൂരിറ്റി കോഡ് ഒരു 4 ഡിജിറ്റ് നമ്പറാണ് എന്ന് ക്ലൂ നൽകിക്കൊണ്ട് അവന്റെ മെസ്സേജ് വന്നത്. ശരിക്കും അതിന്റെ നമ്പർ ഒരു 6 ഡിജിറ്റ് ആയിരുന്നു. അവൻ പിന്നെയും തന്നെ കബളിപ്പിക്കാൻ നോക്കുന്നത് കണ്ട് അവൾക്ക് ദേഷ്യം വരുന്നത് കാരണം അവൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. അടുത്ത ദിവസം ബൈക്കിലാണ് അവൾ അവൻ്റെ അടുത്തേക്ക് പോയത്. എൻ്റെ കാർ എവിടെയെന്ന് അത് കണ്ടപ്പോൾ തന്നെ അവൻ അന്വേഷിക്കുന്നു. അതിന് മറുപടി വരാതെ നീയാണോ ഇതിൻ്റെ താക്കോൽ തപ്പിയെടുത്തതെന്ന് അവൾ തിരിച്ച് ചോദിക്കുന്നുണ്ട്. കാറിൻ്റെ ഗ്യാസ് തീർന്നുവെന്ന് അവൾ കള്ളം പറയുന്നു. അവൻ്റെ 3 വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു. അതിൻ്റെ 3ൻ്റെയും ഗ്യാസ് തീർന്നുവെന്ന് അവൻ ചോദിച്ചപ്പോഴാണ് ബാക്കി 2 എണ്ണവും അവൻ്റെ വണ്ടിയായിരുന്നുവെന്ന് അവൾ അറിയുന്നത്. ജോലിക്കാരുടെ വല്ലതുമായിരിക്കും എന്നാണ് അവൾ കരുതിയിരുന്നത്. നീ എന്താണ് ഇങ്ങനെ മാച്ചിങ് അല്ലാത്ത ഡ്രസ്സ് ധരിച്ചുകൊണ്ട് വന്നത്? ഈ ടൈ ഈ ഡ്രസ്സിന് മാച്ച് ആവുന്നില്ല. അതേപോലെ വാച്ച് ധരിക്കാതിരുന്നത് എന്താണ് എന്നൊക്കെ ചോദിച്ച് അവൻ അവളുടെ ഡ്രസ്സിങ്ങിനെ ഓരോ കുറ്റങ്ങൾ പറയാൻ തുടങ്ങുന്നു. മതി കൂടുതൽ പറയണ്ട എന്ന് പറഞ്ഞ് റായും അവനോട് നിർത്താൻ പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് അന്നത്തെ ട്രെയിനിങ്ങിൻ്റെ ഒരു ഷെഡ്യൂൾ എടുത്ത് അവനെ നീട്ടുന്നു. അവൻ പക്ഷേ അത് തട്ടി ദൂരെ കളഞ്ഞിട്ട് നിനക്കെന്താ വട്ടാണോ? ഞാൻ എങ്ങനെയാണ് ട്രെയിനിങ്ങിന് പോകുന്നത്? എനിക്ക് അങ്ങോട്ട് പോകാൻ യാതൊരു ഉദ്ദേശവുമില്ല എന്ന് പറയുന്നുണ്ട്. അവൻ ആക്ഷൻ സ്കൂളിലേക്ക് പോയില്ലെങ്കിൽ താൻ ഷോപ്പിംഗ് മാളിലേക്കും പോവില്ല എന്ന് പറഞ്ഞ റായും ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് അവൻ പോകാമെന്ന് സമ്മതിച്ചത്. എങ്ങനെയാണ് വീടിൻ്റെ സെക്യൂരിറ്റി കോഡ് അറിഞ്ഞത് എന്ന് അവൻ ഇതിനകം ചോദിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നത്. റായും സാധാരണ ഡ്രസ്സ് ചെയ്യുന്നത് പോലെയൊന്നും ആയിരുന്നില്ല. വില കൂടിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് അവൻ വന്നത്. ഇതൊന്നും എൻ്റെ സ്റ്റൈലല്ല, പോയി ചേഞ്ച് ചെയ്ത് വരാൻ അവൾ പറയുന്നുണ്ടെങ്കിലും അവൻ അതിന് തയ്യാറാവുന്നില്ല. നിന്നോട് വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല അടിയാണ് തരേണ്ടതെന്ന് പറഞ്ഞ് അവൾ അവനെ അടിക്കാനായി കൈ ഓങ്ങുന്നു. അതിനുശേഷം 2 പേരും കൂടി ജോലിക്ക് പുറപ്പെടുന്നുണ്ട്.